ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ജോയിന്റ് സെറ്റിനെ പറ്റിയാണ്. ഓക്കെ, സോ ടുഡേസ് ടോപ്പിക് ഡിസ്ജോയിന്റ് സെറ്റ്. സോ എന്താണ് ഡിസ്ജോയിന്റ് സെറ്റ്സ്? ടു ഓർ മോർ സെറ്റ് വിത്ത് നത്തിങ് ഈസ് കോമൺ ഈസ് കാൾഡ് ഡിസ്ജോയിന്റ് സെറ്റ്. ടു ഓർ മോർ സെറ്റ് വിത്ത് നത്തിങ് ഈസ് കോമൺ. Nothing is common. That set is called a disjoint set. For example, S1 is equal to 1, 2, 3, 4, S2 equal to 5, 6, 7, X3 equal to 8, 9. ഇതിൽ ഏതെങ്കിലും എസ് വണ്ണിലെ എലമെന്റ്സ് 1, 2, 3, 4 അത് വേറെ ഏതെങ്കിലും എലമെന്റിലുണ്ടോ? ഇല്ല. S2 എലമെന്റ് 5, 6, 7 അത് ഏതെങ്കിലും സെറ്റിലുണ്ടോ? ഇല്ല. അപ്പം അങ്ങനെയുള്ള സെറ്റ് എലമെന്റിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ഡിസ്ജോയിന്റ് സെറ്റ്. ഓക്കെ, സോ ടു സെറ്റ്സ് X1 ആൻഡ് S2 ആർ സെറ്റ് ടു ബി ഡിസ്ജോയിന്റ്. മീൻസ് X1 മൈനസ് S2 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? നള്ളാണ് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ എന്ത് പറയാം? നമുക്കത് ഡിസ്ജോയിന്റ് സെറ്റ് ആണെന്ന് പറയാം. ഓക്കെ, സോ ദ ഡിസ്ജോയിന്റ് സെറ്റ് ഡാറ്റ സ്ട്രക്ചർ ഈസ് നോൺ ആസ് union find data structure. For disjoint set data structure is called union find data structure and merge find set. Merge find set. ഓക്കെ, അടുത്ത നമ്മൾ ഡിസ്ജോയിന്റ് സെറ്റ് റെപ്രസെൻറ്റേഷൻ ആണ് പറയാൻ പോകുന്നത്. Next we are going to discuss disjoint set representation. Disjoint set representation. So linked list representation, array representation. There are two type of representation. Okay, first one, linked list representation. അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ട്രീ representation. രണ്ടാമത്തെ മെത്തേഡ് അറേ representation. ഓക്കെ, എന്താണ് linked list representation നോക്കാം. Linked list representation. Okay, linked list representation. Okay, so consider the example. S1 is equal to 1, 2, 3, 4. Okay, so this set can be represented as three ways. Okay, first 3, 4 linked list 1, 2, 3, 4 ഓരോ വെർട്ടെക്സ് ആയിട്ട് എടുക്കുക. എന്നിട്ട് 2-ൽ നിന്ന് 1-ലേക്ക് കണക്ട് ചെയ്യുക, 3-ൽ നിന്ന് 1-ലേക്ക് കണക്ട് ചെയ്യുക, 4-ൽ നിന്ന് 1-ലേക്ക് കണക്ട് ചെയ്യുക. ഇതൊരു മെത്തേഡ്. ഓക്കെ, അല്ലെങ്കിൽ 2-നെ റൂട്ട് നോഡായിട്ട് എടുക്കുക, ഇവിടെ 3 കണക്ട് ചെയ്യുക, ഇവിടെ 1 കണക്ട് ചെയ്യുക, 4 കണക്ട് ചെയ്യുക. 1-ൽ നിന്ന് 3, 3-ൽ നിന്ന് 2, 4-ൽ നിന്ന് 2. അല്ലെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യുക ലീനിയർ ആയിട്ട് 1, 2, 3, 4. ഇതാണ് ലിങ്ക് ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇനി ഇതിന്റെ അറേ റെപ്രസെൻറ്റേഷൻ നോക്കാം. Next we are going to discuss array representation. Array representation. For example, S1 is equal to 1, 2, 3, 4. S2 equal to 5, 6, 7. ഓക്കെ, ഇപ്പോൾ S1 വരയ്ക്കുക. S1 1, 2, 3, 4 കാണിക്കുക, കാണിക്കുക. ഓക്കെ, അതുപോലെ S2 വരയ്ക്കുക. S2 എന്തൊക്കെ വരും? 6 വരും, പിന്നെ 5, 7. ഓക്കെ, ഇനി അറേ വരയ്ക്കുക. ഇത് അറേയിൽ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ചോദിച്ചാൽ
ഒരു അറയാണ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ഐ ഇവിടെ പി എന്ന് എഴുതുക. ഓക്കെ, ഐ പി. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് എലമെൻറ്റ്സ് എല്ലാം എഴുതുക. 1 2 ഏതൊക്കെ നോഡുണ്ട്? 1 2 3 4 5 6 7. ഓക്കെ, ഇനി ഈ വണ്ണിന് പേരൻ്റ് ഉണ്ടോ? വണ്ണുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ലല്ലോ. വണ്ണായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. ഒരു കണക്ഷനും എന്താണ് വണ്ണിലേക്ക് ഒന്നിലേക്ക് എന്ത് ചെയ്യുന്നില്ല. ഇപ്പോൾ ടുവിൻ്റെ പേരൻ്റ് വണ്ണാണെന്ന് പറയാം. വണ്ണിന് ഇവിടെ പേരൻ്റ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? -1 കൊടുക്കാം. ഓക്കെ, ഇനി ടുവിൻ്റെ പേരൻ്റ് ആരാ? ടുവിൻ്റെ പേരൻ്റ് 1. 3യുടെ പേരൻ്റ് ആരാ? 1. 4ൻ്റെ പേരൻ്റ് ആരാ? 1. 5ൻ്റെ പേരൻ്റ് ആരാ? 6. 5ൻ്റെ പേരൻ്റ് ആരാ? 6. 6ന് പേരൻ്റ് ഉണ്ടോ? ഇല്ല, അത് റൂട്ട് നോഡാണ്. അതുകൊണ്ട് എന്ത് കൊടുക്കുക? -1. 7ൻ്റെ പേരൻ്റ് ആരാ? 6. ഇതാണ് അതിൻ്റെ അറേ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഡിസ്ജോയിന്റ് സെറ്റ് ഓപ്പറേഷൻസ്. Disjoint set operations. Okay, first operation make set, second operation find, third operation union. എന്താണ് make set? Make set of x. Function will create a set. Function will create a set that containing one element x. ഓക്കെ, അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിസ്ജോയിന്റ് സെറ്റ് ഓപ്പറേഷൻസ് ആണ്. ഡിസ്ജോയിന്റ് സെറ്റ് ഓപ്പറേഷൻ ആയിട്ട് find determine which subset a particular element is in. Determine which subset a particular element is in. Okay, so this can be used for determining if two elements are in the same set. And the use എന്താണ്? This can be used for determining if two elements are in the same subset. നമ്മൾ ഗ്രാഫിൽ സൈക്കിൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, കൺസിഡർ ദ ഗ്രാഫ് S1 1 2 3 4. ഓക്കെ, അതുപോലെ H2 5 7 6. ഓക്കെ, സോ ഫൈൻഡ് 3. ഞാൻ പറയുവാണ്, ഫൈൻഡ് 3 എവിടെ കിടക്കുന്നത്? S1 അല്ലേ? So it will return 1, which is the root of the tree that 3 belongs. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? It will return 1. 1 എന്ന് വെച്ചാൽ എന്താണ്? 3യുടെ പേരന്റ്. ഓക്കെ, so it will return 1, which is the root of the tree 3 belongs. Find 6. Find 6. It will return answer 6, means which is the root of the tree that 6 belongs. ഈ ട്രീ ഏത്? ഈ 6 എന്ന് പറഞ്ഞ നോഡ് ഇവിടെ തന്നെ അല്ലേ? അപ്പോൾ അതിൻ്റെ റൂട്ട് തന്നെ എന്ത് ചെയ്യും? 6 ആണ്. ഓക്കെ, ഈ ഒരു ട്രീയുടെ റൂട്ട് ഏതാണ്? 6 ആണ്. അപ്പോൾ 6 കിടക്കുന്ന ട്രീ ഏതാണോ അതിൻ്റെ റൂട്ട് നോഡ് ആയിരിക്കും പ്രിന്റ് ആവുന്നത്. ഓക്കെ, നേരത്തെ ഡിസ്ജോയിന്റ് സെറ്റ് ഓപ്പറേഷൻ യൂണിയൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിയൻ, join two subset into a single subset. യൂണിയൻ എന്ന് വെച്ചാൽ എന്താണ്? join
two subsets into a single subset. It is called union. Okay. For example, we have one set S1, 2, 3, 4, 1, S2, 6, 5, 7. Okay. So we are performing S1 union S2. Okay. And a figure അങ്ങനെ വരും 1, 2, 3, 4. ഇതിന്റെ റൂട്ട് നോഡായിട്ട് അറ്റാച്ച് ചെയ്യുക 6, 5, 7, 5, 7. ഇതാണ് S1 യൂണിയൻ S2 എന്ന് പറയുന്നത്. ഓക്കെ. ഇതിന്റെ ഈ ട്രീയുടെ റൂട്ട് നോഡ് എന്തായിട്ട് മാറി? 1 ആയിട്ട് മാറി. ഓക്കെ. Is it clear? Next, discern set application. Applications. Applications of disjoint sets. It is easier to check whether the given two sets are belongs to the same set. Okay, and use it to merge two sets into one. These are the two applications. Okay. Thank you. Thanks for watching.